ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ചെടികളെല്ലാം ടെറസ് കയറ്റുന്ന ഒരു പണിയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഈസി ആയിട്ടുള്ള വർക്കാണെന്നുള്ളത്, പക്ഷെ അല്ല, ഭയങ്കര ടഫായിട്ടുള്ളൊരു വർക്കാണിത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ വിചാരിക്കും ചട്ടികൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഓരോന്നും ഇപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചട്ടികൾ വരെ ഉണ്ടാവും. പിന്നെ ചില കവറുകൾ എന്ന് വേണ്ട, നമ്മൾ ഒരെണ്ണം എടുത്ത് മാറ്റുമ്പോഴേ അറിയത്തുള്ളൂ നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് 3-4 പേര് നിന്നിട്ട് ഉള്ള പണിയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ചെടികളെല്ലാം ടെറസ് കയറ്റി വെക്കാൻ പറ്റിയത്. അത് താഴെ കണ്ടില്ലേ, ആ താഴെന്ന് എടുത്ത് ഇങ്ങ് മുകളിൽ കയറ്റി വെക്കണം. എന്നിട്ട് അവിടുന്ന് വേണം മറ്റേ കയറിട്ട് വലിച്ച് ടെറസിൽ കയറ്റാൻ. ഈ കാണുന്ന ഈ നെറ്റിട്ടേക്കുന്ന ഈ പൈപ്പ് കണ്ടില്ലേ, ഈ നെറ്റിട്ടേക്കുന്ന ഇതിൻ്റെ താഴെയൊക്കെ ചെടികളാണ് ഉള്ളതെല്ലാം. അപ്പോൾ അതെല്ലാം ഇനി കയറ്റണം. അപ്പോൾ നല്ല പണിയായിരുന്നു. ഇപ്പം എന്തായാലും ഒരുവിധം എല്ലാം കയറ്റി. എന്നാലും ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നും രണ്ടുമൊക്കെ ഉണ്ട്. അപ്പം ഞാനെല്ലാം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പം ഈ ചെടികളെല്ലാം എടുത്ത് വെച്ച സ്ഥലമുണ്ടല്ലോ താഴെ, ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. പിന്നെ എപ്പോഴും നമുക്ക് ഈ കയറ് കെട്ടിയിട്ട് വലിച്ച് കയറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ചാവുമ്പോഴത്തേന് എല്ലാം കൂടെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട് വെച്ചപ്പോൾ തന്നെ ഞാൻ പണിയൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ മോനോട് ആദ്യമേ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മുകളിൽ ടെറസിൽ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കണമെന്നുള്ളതാണ്. കാരണം നമുക്ക് ടെറസിൽ ഓരോന്നും ഇട്ട് ഉണക്കാനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കാപ്പി ആയാലും കുരുമുളക് ആയാലും പിന്നെ മഞ്ഞൾ, ഇഞ്ചി, പിന്നെ അതേപോലെ തേങ്ങ, പിന്നെന്താ ഇതേപോലെ ചെടികൾ കയറ്റാൻ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. മെയിനായിട്ട് കാപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം കയറ്റണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാവുമ്പോഴത്തേന് എളുപ്പമാണ്. അങ്ങനെ എനിക്ക് അത് ചെയ്ത് തന്നെയാണ് അതങ്ങനെ. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഉപകാരമായി. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു 10-500 ചട്ടി കൂടുതലുണ്ടാവും മിക്കവാറും എല്ലാം. ഇതെല്ലാം സ്റ്റെപ്പ് കയറി കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേനെ. അപ്പോൾ എനിക്ക് ഇത് ചെയ്ത് തന്നതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ചെടികളിപ്പോൾ ഇത് കയറ്റാൻ വേണ്ടിയിട്ട് ഈ പണിക്കാരെ വിട്ട് തന്നതും ഒക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ബൂവിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുക. കാരണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചെടികളൊക്കെ നടുന്നത്. അപ്പോൾ അവർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എന്നാലും ബൂവിന് കാണാനൊക്കെ ഇഷ്ടമാണ് ചെടിയിൽ പൂവൊക്കെ വളർന്ന് നിൽക്കുന്നതും ഒക്കെ. അങ്ങനെ ഞാൻ ടെറസിൽ കയറി വന്ന് താഴ്ന്ന് അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടയിൽ ചട്ടികൾ എടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കയറ്റുന്നത്. അപ്പോൾ ഇന്ന് എടുത്തു വെച്ച കുറേ ചെടികളെല്ലാം ഒരുവിധമുള്ളതൊക്കെ ഇങ്ങോട്ട് കയറ്റി. പക്ഷേ എന്നാലും ഇനി ആ ഷെഡ്, ഞാൻ താഴെ ഒരു ഷെഡ് കാണിച്ചില്ലേ, അതിനകത്ത് കുറേ ഇരിപ്പുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ ഇന്ന് സമയമില്ല, കാരണം അവർക്ക് സമയം കഴിഞ്ഞു, വർക്ക് ടൈം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് എടുത്ത് വെക്കണം. ഇനി അതിൽ നിന്നും റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പം വല്ല ഗ്രീൻ നെറ്റൊക്കെ കെട്ടി കൊടുക്കേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ചെടിയെല്ലാം നശിച്ചു പോവും. ഇപ്പം തന്നെ കണ്ടില്ലേ, ചെടിക്ക് ആകെ ക്ഷീണമായി. ഇനിയിപ്പോൾ അത് ഗ്രീൻ നെറ്റൊക്കെ കെട്ടിയിട്ട് അതിനെ സേഫ് ആക്കണം വെയിലിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാമല്ലോ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നോട്ട് എടുത്ത് മാറ്റി വെച്ചാൽ തന്നെ ചെടിക്ക് ക്ഷീണം. അപ്പോൾ പിന്നെ ഇത്രയും ഒലച്ചിലൊക്കെ ഉണ്ടായിട്ട് മുകളിലേക്ക് കയറ്റുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ട് ചെടിക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.